ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് തലകറക്കമായോണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ചെറിയൊരു ക്ലിനിക്കാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പറയണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ബ്ലഡും ടെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണിത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് റിസൾട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം കിടക്കാനായിട്ട് അവർ പറയുകയാണ്. അതനുസരിച്ച് കുറച്ചൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടിരിക്കുക. അങ്ങനെ റിസൾട്ട് കിട്ടിയപ്പോഴാകട്ടെ ബ്ലഡ് കുറവാണ്, 8 ഉള്ളൂ. 12 എന്തോ വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് അയണിന്റെ ഇഞ്ചക്ഷൻ എടുക്കണമെന്നും പറയുന്നുണ്ട്. ഒന്നും നോക്കില്ല, അത് എടുത്തിട്ട് പോവാന്ന് കരുതി. ഈ ട്രിപ്പ് തീരുന്നതിന് കുറച്ച് സമയം മുമ്പ് 1-2 മണിക്കൂറിൽ കൂടുതലെങ്കിലും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ ഉറങ്ങി എഴുന്നേക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് അടുത്ത ടെസ്റ്റുമായിട്ട് അടുത്ത നേഴ്സ് എത്തുന്നത്. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുകയായിരുന്നു. പിന്നെ കുറച്ചു നേരം ഡോക്ടറിനെ നഴ്സിനെയൊക്കെ കണ്ട് വെറുതെ സംസാരിച്ചിരുന്നതിന് ശേഷം വീണ്ടും വന്ന് കിടക്കുകയായിരുന്നു. പിന്നെ എന്തായാലും വന്നതല്ലേ, കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാന്ന് കരുതി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കായിട്ട് നേഴ്സ് വന്നിട്ട് പറയാം അടുത്ത് ഇഞ്ചക്ഷൻ ഉണ്ട്. എന്നാൽ അതിന്റെ ഒന്നും തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതിനൊന്നും അവർ സമ്മതിക്കില്ല. പിന്നെ കുറച്ചേരം സോങ്ങൊക്കെ കേട്ട് അവിടെ തന്നെ ട്രിപ്പ് തീരുന്നത് വരെ കിടന്നു. ഇതൊക്കെ ചെയ്തിട്ട് തലകറക്കം ഒന്നും തന്നെ കുറഞ്ഞില്ല. അപ്പോഴത്തേക്ക് വീണ്ടും അവർ പറയാണ് കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നിട്ട് പോയാൽ മതി. ബോറടിച്ചിട്ട് ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ആ ജനലിലൂടെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരം ഇങ്ങനെ തന്നെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അമ്മ ചെന്ന് എല്ലാ മെഡിസിനും വാങ്ങിയതിനു ശേഷം പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. നേരെ വീട്ടിലേക്ക് തന്നെ വെച്ചു പിടിച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തെ പപ്പ അത് ബിരിയാണിയൊക്കെ വാങ്ങി വെച്ചോണ്ട് കാത്തിരിക്കുന്നു. പിന്നെ അതും കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ. ബൈ.